പ്രസവം കഴിഞ്ഞ് 10ാം മാസം യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടാക്കട പൂവച്ചൽ സ്വദേശിനി റോഷ ആൽബിയാണ് തൂങ്ങി മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. പൂവച്ചൽ സ്വദേശികളായ ആൽബി ഉഷാകുമാരി ദമ്പതികളുടെ മകളാണ്. പത്തനംതിട്ട റാന്നി സ്വദേശി ജോമോനാണ് ഭർത്താവ്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രസവിച്ച് 10ാം മാസം അതിനുശേഷമാണ് ഈ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. യുവതി അതിൻ്റെ ഈ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് കണ്ടെത്തൽ. എന്താണ് യഥാർത്ഥ കാരണമായി പറയുന്നത്? ഈ സ്ത്രീധന പീഡനമോ അല്ലെങ്കിൽ ഗാർഹിക പീഡനമോ ഉണ്ടായിട്ടുണ്ടോ? ഈ ആത്മഹത്യക്കുറിപ്പ് മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കാര്യത്തിൽ കാട്ടാക്കട പോലീസ് ഗൗരവമായ ഒരു അന്വേഷണം നടത്തുന്നുവെന്ന് മാത്രമേ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയൂ. ഇന്നലെയായിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാട്ടാക്കട പൂവച്ചൽ സ്വദേശിയായ റോഷ ആൽബി എന്ന 37-കാരിയാണ് തന്റെ വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇന്നലെ ഈ പറയുന്ന പത്തനംതിട്ട സ്വദേശിയാണ് ഈ റോഷയുടെ ഭർത്താവ് പത്തനംതിട്ട സ്വദേശിയാണ്, റാന്നി സ്വദേശിയായ ജോമോനാണ്. രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവവുമായി ബന്ധപ്പെട്ടായിരുന്നു റോഷ ഇവിടെ എത്തുന്നത്, സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. 10 മാസമായി കുട്ടിക്ക് ഉണ്ടാവുന്നു. ഇന്നലെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇയാളുടെ ജോമോന്റെ ഫോൺ വരുന്നു. ഫോൺ വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടി വീട്ടിനുള്ളിൽ കതവടച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. കൂടുതൽ പരിശോധിച്ചപ്പോൾ മൊബൈലിൽ നോക്കിയിരിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ രാത്രി വൈകിയും ഇത് തുടർന്നു. പുലർച്ചെ പതിവിലും ഇവര് പുറത്തിറങ്ങാത്തതുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ ഈ മുറിയിൽ ഈ തൊട്ടിലിന് വേണ്ടി കെട്ടിയ ഹുക്കിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ പറയുന്ന ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ വാതിൽ പൊളിച്ചകത്ത് കിടന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ പോലീസിന് നൽകിയ മൊഴി. എന്താണ് ഇതിന് പിന്നിൽ കാരണമെന്നുള്ളത് അറിയില്ല. കുടുംബപ്രശ്നം തന്നെയായിരിക്കാം ഇതിന് കാരണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 10 മാസമുള്ള കുഞ്ഞിന് പുറമെ ഒരു കുട്ടിയുടെ, ഇത് ആൺകുട്ടിയാണ്, ഒപ്പം ഒരു പെൺകുട്ടി കൂടെ ഈ ദമ്പതികൾക്കുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആർഡിയോടെ ഉൾപ്പെടെ ഒരു പരിശോധനയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞും മറ്റൊരു കൈക്കുഞ്ഞും 2 കുഞ്ഞുങ്ങളാണ് അനാഥരാകുന്നത്. അതും ഇവിടെ ദാമ്പത്യ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇവർക്കിടയിൽ, അല്ലെങ്കിൽ ഗാർഹിക പീഡനം, അത്തരമൊരു പരാതിയുണ്ടോ? എന്താണ് ഈ റോഷ്നിയുടെ കുടുംബം ആരോപിക്കുന്നത്? ഈ പറയുന്ന പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഇയാൾ തിരിച്ചെത്തില്ല. ഈ പറയുന്ന ജോമോൻ ഒരു നഴ്സാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പറയുന്നത്. ഈ പറയുന്ന അവിടെ എറണാകുളത്ത് കേന്ദ്രീകരിച്ച് അവർ താമസിക്കുകയായിരുന്നു. ഈ പ്രസവത്തോടനുബന്ധിച്ച് ആണ് ഇവിടെ വീട്ടിലെത്തുന്നു. പക്ഷെ അതിനുശേഷം ഇവരുടെ ഇടയിൽ ഈ പറയുന്ന ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയാതെ പറയുന്നു. പക്ഷെ അവർ അത് വ്യക്തമായി നമ്മളോട് പങ്കുവയ്ക്കുന്നില്ല. അത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തുടരുന്നതാണ്. എന്താണ് ഇതിന്റെ പിന്നിലുണ്ടായ കാരണം? ഗാർഹിക പീഡനങ്ങൾ, അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും വിരൽ ചൂണ്ടിയിട്ടില്ല ഇതുവരെ പോലീസ്. പക്ഷെ എന്തായാലും എല്ലാ വശങ്ങളും അന്വേഷിച്ചുകൊണ്ട് എന്താണ് ഇതിന് പിന്നിലുണ്ടായ ഒരു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് ഗൗരവമായി തന്നെ കാട്ടാക്കട പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. അരുൺ മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യുവതിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. മറ്റേതെങ്കിലും രീതിയിലുള്ള ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.